മാർത്തോമാശ്ലീഹായുടെ ഓർമ്മ ദിവസം കൂടി ആണല്ലോ എന്ന്. മാർത്തോമ പൈതൃകം പേറുന്ന നമുക്ക് ഒരുപാട് അടുപ്പങ്ങളുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയും മലങ്കര ഓർത്തഡോക്സ് സഭയുമായി തലമുറകളുടെ ഇഴയെടുപ്പമാണ് ഉള്ളത്. എൻ്റെ ഓർമ്മയിൽ ഭാഗ്യസ്പർദ്ധാകനായ ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയനായ നമ്മുടെ ഭൗത്തിൽ പിതാവിന്റെ കാലം മുതലുള്ള ആ ബന്ധം അടുത്തു നിന്ന് കാണുവാനും അനുഭവിക്കുവാനും കുറേയൊക്കെ അതിൽ ഭാഗവത്താകുവാനും അവസരം കിട്ടിയിട്ടുള്ള ഒരു വലിയ സമാജ ശുശ്രൂഷകനാണ് ഞാൻ. ഈ ബന്ധം ഇരു സഭകളും കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായൊരു സംഗതിയുമാണ്. മാർത്തോമാശ്ലീഹായെ കുറിച്ച് ചുരുങ്ങിയ 2-3 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, the commitment of Saint Thomas to his vocation. ദൈവ നിയോഗത്തോട് അദ്ദേഹത്തിനുണ്ടായ പ്രതിബദ്ധത. എങ്ങനെ തോമസിനെ ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്ക് വിളിച്ചു എന്ന് സുവിശേഷത്തിൽ നമുക്ക് വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുന്നില്ല. പത്രോസിനെയും പന്ത്രോസിനെയും വിളിച്ചത് നമുക്ക് കാണുന്നുണ്ട്. സദതി മക്കളെ ക്ഷണിക്കുന്നതുകൊണ്ട്, ചുങ്കപിരിവുകാരനായ മത്തായിയെ വിളിക്കുന്നതുണ്ട്. പക്ഷേ തോമസിനെ അപ്പസ്തോലത്വത്തിലേക്ക് എങ്ങനെ വിളിച്ചു എന്നുള്ളത് നമുക്ക് വ്യക്തമായ ചിത്രം സുവിശേഷം നൽകുന്നില്ല. The discipleship begins with the call of Christ. It grows through faithful companionship with the Master and reaches its fullness in a personal confession of faith and mission. It is a commitment to the call that makes life meaningful and worthwhile. ദൈവ വിളിയോട് ഒരാൾ കാട്ടുന്ന പ്രതിബദ്ധത പ്രതികരണമാണ്, ക്രിയാത്മകമായ സഹകരണമാണ് ജീവിതത്തെ അർത്ഥപൂർണവും മഹത്വമുള്ളതാക്കി തീർക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ തന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ സഹോദരരെ, ഞാൻ POC പരിഭാഷയാണ് പഠനത്തിന് ഉപയോഗിക്കുന്നത്. ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ നിങ്ങൾ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും എന്ന്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും വീണു പോകുകയില്ല എന്ന് തോമസ് ദൈവവിളിയോട് ക്രിയാത്മകമായി പ്രതികരിച്ചു. അതിന്റെ മുമ്പിൽ അറച്ചും പകച്ചും നിന്നില്ല. രണ്ടാമതായി, അതുകൊണ്ട് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സഭാപിതാവും എന്റെ കാവൽ പിതാവും കൂടിയായ സെയിന്റ് ജോൺ ക്രിസോസ്റ്റം തന്റെ മാമോദീസ പ്രബോധനങ്ങളിൽ പറയുന്നുണ്ട്, our activities should reflect our vocation. നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങളിലും നമ്മുടെ വിളി, നമ്മുടെ നിയോഗം നമ്മൾ പ്രതിഫലിപ്പിക്കും. അങ്ങനെയെങ്കിൽ എന്താണ് ജീവിതം എന്ന് ചോദിച്ചാൽ, ലൈഫ് ഈസ് എ ഗോഡ് ഗിവൻ ചാൻസ് ടു റിഫ്ലക്ട് അവർ വൊക്കേഷൻ. രണ്ടാമത് തോമസിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, the confession of Saint Thomas. Genuine response to God's call results in a heartfelt confession. എന്തായിരുന്നു തോമസ് നടത്തിയ ഫെയ്ത്ത് അഫർമേഷൻ, വിശ്വാസ പ്രഖ്യാപനം? My Lord and my God. The risen Lord is everything to my life. Risen Lord is everything to me. The centrality of Christ in the life of Saint Thomas. യേശു ക്രിസ്തു ആരായിരുന്നു എന്ന് തോമസ് പ്രഖ്യാപിക്കുകയല്ലായിരുന്നു. യേശു ക്രിസ്തു തനിക്ക് ആരാണെന്നുള്ളത് തോമസ് ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു. യേശു ക്രിസ്തു ആര് എന്നുള്ള ചോദ്യത്തിന് തോമസിന് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണുമായി. പക്ഷേ ക്രിസ്തു തനിക്ക് ആരെന്നുള്ളത് ഒരു ചെറിയ വാചകം മാത്രമായിരുന്നു, 4 വാക്കുകൾ. My Lord and my God.
It is the first priority of a life that determines the rest of that life. ക്രിസ്തു തോമസിന് ഒരു ലഹരിയായി മാറുകയാണ്. ആദിമസഭയിലെ പിതാക്കന്മാർ ക്രിസ്തു ലഹരിയാകേണ്ടുന്നതിന്റെ ആവശ്യകത അടിവരയിടുന്നു. പ്രത്യേകിച്ച് സുറിയാനി പാരമ്പര്യത്തിലെ പിതാക്കന്മാർ. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഭക്തകവിയും സഭാപിതാവുമായ വിശുദ്ധനായ അപ്പയും പറയുന്നുണ്ട്, ഡ്രിങ്ക് ഓഫ് ഹിം. എന്ന് പറയുമ്പോൾ ജീസസിനെ കുറിച്ചാണ്. All of you and become intoxicated with him, for he is the fountain of life. നിങ്ങൾ ക്രിസ്തുവിനെ കുടിക്കണം. ക്രിസ്തു ഒരു ലഹരിയായി മാറണം. ഭൗതിക തലത്തിൽ ക്രിസ്തു ആരെന്നുള്ളതിനേക്കാൾ ഉപരി അറിവിന്റെ തലത്തിൽ നിന്ന് അനുഭവത്തിന്റെ തലത്തിലേക്ക് കടക്കുമ്പോൾ തോമസിനെ പോലെ നമുക്കും പറയാൻ ഉണ്ടാകണം. നിനിവേയിലെ വിശുദ്ധനായ ഇസഹാക്ക് എന്ന് പറയുന്ന പിതാവ് പ്രബോധിപ്പിക്കുന്നു, the soul that has tasted the love of God is like an intoxicated vision. ക്രിസ്തുവിനെ ആഴത്തിൽ കുടിക്കുന്ന ശിഷ്യൻ ലഹരി പിടിച്ചവനാകുന്നു. ലൗകികമായ വീഞ്ഞിനാലല്ല, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സ്നേഹം, സന്തോഷം, ജീവിതം എന്നിവയാൽ തന്നെ. തോമസിന്റെ മൂന്നാമത്തെ അനുഭവം, his response to the commission, നിയോഗത്തോടുള്ള തോമസിന്റെ പ്രതിബദ്ധത. തോമസ് അപ്പോസ്തലനെ കുറിച്ച് കണ്ട ഒരു കമന്റ്, Thomas touched the wounds of Christ so that he could touch the hearts of the world with the gospel and the love of Christ. ക്രിസ്തുവിന്റെ മുറിവുകളെ തൊട്ടവനായിരുന്നത് കൊണ്ടാണ് തോമസിന് ലോകത്തെയും മനുഷ്യരെയും ദൈവസ്നേഹം കൊണ്ടും സുവിശേഷം കൊണ്ടും തൊടുവാനായിട്ട് കഴിയുന്നു.